കാർഷിക ചോദ്യോത്തര പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിങ്ങനെ കൃഷിക്കാരുടെ ചോദ്യങ്ങൾ അതിനുള്ള ഉത്തരം എന്നുള്ള ഒരു പരിപാടി 1-2-3 എപ്പിസോഡ് ഇതിനകം കഴിഞ്ഞു. നിങ്ങളൊക്കെ കയറി കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അതിൽ പ്രധാനമായിട്ടും തെങ്ങ് കൃഷിയുമായി ബന്ധപ്പെട്ട തെങ്ങ് കൃഷിയുടെ ഒരു വീഡിയോയുടെ അതുമായി ബന്ധപ്പെട്ട പ്രസക്തമായ ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഞങ്ങളുടെ വിവിധ വീഡിയോകളിൽ വന്നിട്ടുള്ള പ്രസക്തമായ കുറേ ചോദ്യങ്ങൾക്ക് ഉത്തരവുമായിട്ടാണ് ഇപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്ന ആള് ഈ കഴിഞ്ഞ എപ്പിസോഡിൽ ചോദിച്ച ഒരു ചോദ്യത്തിന് മറുപടി കൊടുത്തിരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു വിശദീകരണം എന്ന രീതിയിലാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. ശരൺരാജ് MR എന്ന് പറഞ്ഞ ആളാണ്. ഞാൻ 15 കിലോ ചിക്കൻ വേസ്റ്റും 20 കിലോ ആട്ടിൻ കാഷ്ടവും ചീമക്കൊന്നയിലയും ചേർന്ന മിശ്രിതത്തിൽ 125 ഗ്രാം ബോറോണും ചേർത്ത് തെങ്ങിൻ്റെ ചുവട്ടിലിട്ട് മണ്ണിട്ട് മൂടി. ഇത് നല്ല ഒരു രീതിയാണ്. തീർച്ചയായിട്ടും നല്ല രീതിയാണ്. അപ്പം ഈ ചിക്കൻ വേസ്റ്റ് ആണെങ്കിലും ആട്ടിൻ കാഷ്ടം ആണെങ്കിലും ചീമക്കൊന്നയാണെങ്കിലും ഇതൊക്കെ ജൈവവസ്തുക്കളാണ്. ഈ ജൈവവസ്തുക്കൾ നല്ലപോലെ മണ്ണിലുണ്ടെങ്കിലേ ബോറോൺ വലിച്ചെടുക്കത്തുള്ളൂ. അപ്പം ബോറോണും ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ടത് കൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു നല്ല രീതിയാണ്. പിന്നെ നാറ്റം ഉണ്ടാവാതെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതിനെ നന്നായിട്ട് മണ്ണിട്ട് മൂടിയിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ ഡീകമ്പോസ് ചെയ്താൽ അതിന് സസ്യങ്ങൾക്ക് തെങ്ങിന് ആവശ്യമുള്ള എല്ലാ പോഷകങ്ങളും ഇതിൽ നിന്ന് കിട്ടും. വളരെ നല്ല കാര്യമാണ്. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് മുബാഷിർ പാലക്കൊടൻ എന്നയാളാണ്. കുറ്റിക്കുരുമുളക് കൃഷിയിലൂടെ വരുമാനം കണ്ടെത്തുവാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും സാധിക്കും. ഈ കഴിഞ്ഞ ദിവസം എന്നോട് ഒരു കർഷകൻ പറഞ്ഞാണ്, ഒരു ഗ്രോ ബാഗിൽ ഉള്ള കുറ്റിക്കുരുമുളകിൽ നിന്ന് 600 ഗ്രാം കുരുമുളക് കിട്ടിയെന്നാണ് പറഞ്ഞത്. 600 ഗ്രാം. അപ്പം അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു നല്ല വരുമാനമാണ്. കുറച്ച് സ്ഥലത്ത് നിന്നും കൂടുതൽ കുരുമുളക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണല്ലോ. അപ്പം കുറ്റിക്കുരുമുളക് നടുന്ന കണ്ടെയ്നറിനൊരു വ്യത്യാസമുണ്ട്. ചെറിയ ഗ്രോ ബാഗിനേക്കാൾ നല്ലത് വലിയ കണ്ടെയ്നറിലെ കുറ്റിക്കുരുമുളക് നടുകയാണെങ്കിൽ 2 വർഷം അല്ലെങ്കിൽ കൂടുമ്പോൾ ഈ ഗ്രോ ബാഗോ അല്ലെങ്കിൽ ചെറിയ ചട്ടിയൊക്കെ ആണെങ്കിൽ ചട്ടി മാറ്റേണ്ടി വരും, അല്ലെങ്കിൽ ഗ്രോ ബാഗ് മാറ്റേണ്ടി വരും. വലിയ കണ്ടെയ്നർ എടുത്തിട്ട് വീപ്പ പോലുള്ള കണ്ടെയ്നർ എടുത്തിട്ട് മതിയായ രീതിയിലുള്ള ശരിയായ രീതിയിലുള്ള പിന്നെ നടിയിൽ മിശ്രം നിറച്ച് ഇതിനകത്തിൽ കുറ്റിക്കുരുമുളക് നടുകയും കൃത്യമായിട്ട് എല്ലാ വർഷവും പ്രൂണിങ് നടത്തുകയും ചെയ്താൽ കുറ്റിക്കുരുമുളക് ലാഭകരം തന്നെയാണ്. തീർച്ചയായിട്ടും ചെയ്തോളൂ. അടുത്ത ചോദ്യം സെലീന തോമസ് എന്നയാളാണ് ചോദിച്ചിരിക്കുന്നത്. സാർ, എനിക്ക് നല്ല 2 ബഡ് തൈ വാങ്ങണം. നല്ല മാവിനം ഏതാണ്? അപ്പം ഇതിനകത്ത് ഈ സെലീന ഏത് പ്രദേശത്താണ് എന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ ഏത് ജില്ലയിലാണെന്ന് എനിക്കറിയില്ല. നമ്മുടെ കാലാവസ്ഥയ്ക്കും ഭൂപ്രകൃതിക്കും പിന്നെ ജില്ലയ്ക്കും അടിസ്ഥാനപ്പെടുത്തി മാവിനം ഏതെങ്കിലും ഒരു മാവിനം കൃഷി ചെയ്യാം എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ പൊതുവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്ക മാവുകളും നമ്മുടെ എല്ലാ പ്രദേശത്തും വളരും. അതിൽ പിന്നെ കോട്ടൂർക്കോണം എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ഉണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ കോട്ടൂർക്കോണം എന്ന പ്രദേശത്തുള്ള ഒരു നാടൻ മാവിനുമാണ്. അതിൻ്റെ മാങ്ങയുടെ തോലിന് നല്ല കട്ടിയായതുകൊണ്ട് മാങ്ങാപ്പുഴു ഉണ്ടാവില്ല. നമ്മുടെ നാടനാണ്, നല്ല മധുരമുള്ള മാങ്ങയാണ്. അപ്പോൾ കോട്ടൂർക്കോണം നല്ലൊരു മാവിനുമാണ്. പിന്നെ നമ്മുടെ സിന്ദൂറും പ്രയോറും അതുപോലുള്ള വെറൈറ്റികളും വളരെ നല്ലതാണ്. സിന്ദൂർ വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ചെറിയ ചുവപ്പ് രാശിയുള്ള മാങ്ങ ആണ്. നമ്മുടെ ഫ്രൂട്ട് സ്റ്റാളിലൊക്കെ സാധാരണ കണ്ടുവരുന്ന ഒരു മാവിനുമാണ്. നല്ല മാങ്ങയാണ്. അത് ഏത് പ്രദേശത്തിനും യോജിച്ചാണ്. പിന്നെ ഏത് പ്രദേശത്തിനും യോജിച്ച എന്നുള്ളതല്ല, മാവുകൾ ഏത് പ്രദേശത്തും അധികം വെള്ളക്കെട്ടില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കൃഷി ചെയ്യാം. ഏത് മാവ് വേണമെങ്കിലും. പിന്നെ കോട്ടൂർക്കോണം നല്ലതാണ്. അടുത്ത ചോദ്യം മിൽക്ക് ബ്ലോക്സി എന്ന ഐഡിയിൽ നിന്നാണ്. കുള്ളൻ തൈ ഏതാണ്? ഹൈബ്രിഡ് ഇനം ഏതാണ് നല്ലത്? തെങ്ങിൻ തൈയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ വിശദമായ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പിന്നെ ചാനലിൽ അത് കാണുക. ആ തൈകളുടെ പ്രത്യേകതകൾ, എങ്ങനെയാണ് തൈ തിരഞ്ഞെടുക്കേണ്ടത് എന്നൊക്കെ വിശദമായിട്ട് നമ്മൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതിലെ കുള്ളൻ തൈ ഏതാണെന്ന് ചോദിച്ചാൽ മലയൻ ഡോർഫ് എന്ന് വെറൈറ്റി. അത് ഗ്രീൻ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്. അത് നമുക്ക് തേങ്ങയ്ക്കും കൊള്ളാം, ഇളനീരിനും കൊള്ളാം. വലിയ മുഴുത്ത തേങ്ങകളാണ്. അപ്പോൾ അത് കുള്ളൻ തെങ്ങുകളിൽ ഏറ്റവും നല്ല ഒരു തെങ്ങെന്ന് പറയുന്നത് മലയൻ ഡോർഫാണ്. ഹൈബ്രിഡ് ഇനം ഏതാണ് നല്ലത്? ഹൈബ്രിഡ് ഇനം പലതും ഉണ്ട്. നമ്മുടെ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിൻ്റെയും കേരള കാർഷിക സർവകലാശാലയുടെയും നിരവധി ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ ടി ഇൻറ്റു ഡിയും ഡി ഇൻറ്റു ടിയും പണ്ട് പോലെ നമ്മൾ കൃഷി ചെയ്ത് വരുന്നതാണ്. അതാണ് ഹൈബ്രിഡ് എന്ന് പറയുന്നത്.
അപ്പോൾ അതിൻ്റെ മാതൃവൃക്ഷവും പിതൃവൃക്ഷവും ഏതാണെന്ന അടിസ്ഥാനത്തിലാണ് ടീൻറ്റുടിയുടെ പേരുകൾ അല്ലെ ടീൻറ്റുടിയുടെ പേരുകൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ പ്രദേശത്തിന് യോജിച്ച നിരവധി ഇനങ്ങളുണ്ട്. അല്ല കേരശ്രീയുണ്ട്, പിന്നെ കേരസങ്കരയുണ്ട്, കൽപ്പസങ്കരയുണ്ട്. ഇതെല്ലാം നല്ല ഇനങ്ങളാണ് ഈ ഹൈബ്രിഡ് ഇനങ്ങൾ. അതായത് വിളനീരിനും തേങ്ങയ്ക്കും കൂടി ഒരുമിച്ച് രണ്ടിനും ഉപകാരപ്പെടുന്നതാണ് കേരസങ്കര. വ്യാപകമായിട്ട് ആൾക്കാർ ഇളനീരിനായിട്ടും അല്ലെങ്കിൽ തേങ്ങയ്ക്കും കൊപ്രയ്ക്കും ഒക്കെ ആയിട്ട് കൃഷി ചെയ്യുന്നത്. അപ്പം അത്തരത്തിലുള്ള വിവിധ ഹൈബ്രിഡ് ഇനങ്ങളുണ്ട്. അത്തരം ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്ന് നേരിട്ട് മാത്രമേ ഇതൊക്കെ കിട്ടുകയുള്ളൂ എന്നൊരു പോരായ്മ ഇക്കാര്യത്തിലുണ്ട്. അടുത്ത ചോദ്യം എം അബൂബക്കർ എന്ന ഒരാളാണ് ചോദിച്ചിരിക്കുന്നത്. കവുങ്ങിന് ഇലപ്പുള്ളി രോഗം എങ്ങനെ നിയന്ത്രിക്കാം എന്ന് ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും പറയാമല്ലോ അബൂബക്കറെ. ഈ മഴക്കാല ആരംഭത്തിൽ ബോർഡർ മിശ്രിതം ഉണ്ടാക്കി ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ മൊത്തത്തിൽ തളിച്ചു കൊടുക്കുകയും ചെയ്യുക. ഈ കവുങ്ങിന് വരുന്ന ഒട്ടുമിക്ക കുമിൾ രോഗങ്ങൾക്കും ഫലപ്രദമായ നിവാരണ മാർഗം, ഏറ്റവും സുരക്ഷിതമായ നിവാരണ മാർഗം ബോർഡർ മിശ്രിതം ഉണ്ടാക്കി പ്രയോഗിക്കുക എന്നുള്ളതാണ്. ബോർഡർ മിശ്രിതം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള വിശദമായ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അബൂബക്കർ അതൊന്ന് പോയി കാണുക. അടുത്ത ചോദ്യം തോമസ് പി എന്ന ഒരാളാണ് ചോദിച്ചിരിക്കുന്നത്. ട്രിപ്പ് വഴി ഏതൊക്കെ വളങ്ങൾ നൽകാം, എത്ര തവണ, ഡോസേജ്? ട്രിപ്പ് വഴി വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള, അതായത് വെള്ളത്തിൽ ലയിപ്പിക്കുന്ന പുതുതലമുറ വളങ്ങൾ, ന്യൂ ജനറേഷൻ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയും. അത്തരത്തിലുള്ള ഒരുപാട് വളങ്ങളുണ്ട്. അത്തരം വളങ്ങളാണ് ഈ ട്രിപ്പ് വഴിയൊക്കെ കൊടുക്കുന്നത്. ട്രിപ്പ് വഴി കൊടുക്കുന്നതുകൊണ്ട് ഉള്ള ഗുണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ റൂട്ട് സോണിൽ കൃത്യമായിട്ട് വേര് പടലങ്ങളിലേക്ക് നേരിട്ട് വിനിമയ നഷ്ടം കൂടാതെ നമുക്ക് പോഷകങ്ങളെ എത്തിക്കാനുള്ള ഒരു ഇസ്രയേൽ കൃഷി രീതിയാണ് പ്രിസിഷൻ അഥവാ ട്രിപ്പ് ഇറിഗേഷൻ. ട്രിപ്പ് എന്ന വളസേചിത രീതി, അതായത് വെള്ളത്തോടൊപ്പം തന്നെ വളവും നൽകുക എന്നുള്ള ഒരു കൺസെപ്റ്റ്. അത് നമ്മൾ ഇപ്പം ഒരു തെങ്ങിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെങ്ങിന് ഒരു ആണ്ടിൽ 500 ഗ്രാം നൈട്രജനാണ് വേണ്ടത്. ഒരു ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. 500 ഗ്രാം നൈട്രജനും ഒരു 330 ഗ്രാം ഫോസസും 1200 ഗ്രാം പൊട്ടാഷ്യമാണ് വേണ്ടത് ഒരു വർഷം. അതിനെ നമ്മൾ ഒരു 10 ദിവസത്തെ ഇടവേള ഇട്ടുകൊണ്ട് വർഷം മുഴുവനായിട്ട് ഇത്രയും നൈട്രജനും ഇത്രയും ഫോസസും ഇത്രയും പൊട്ടാഷ്യം കിട്ടാൻ വേണ്ടിയിട്ടുള്ള വാട്ടർ സോല്യൂബിൾ ഫെർട്ടിലൈസർ പല തവണയായിട്ട് ഗ്രാം കണക്കിൽ കൊടുത്താൽ തീർച്ചയായിട്ടും നമ്മൾ മണ്ണിൽ കൊടുക്കുന്നതിനേക്കാൾ വളരെ വേഗം ഇത് കിട്ടും. പക്ഷെ അത് അത്തരത്തിലുള്ള ട്രിപ്പ് ഇറിഗേഷൻ സംവിധാനം നമ്മൾ നമ്മുടെ കൃഷിയിടത്തിൽ ഏർപ്പെടുത്തിയാൽ നമ്മുടെ എല്ലാ വിളകൾക്കും ട്രിപ്പ് ഇറിഗേഷൻ സംവിധാനത്തിലുള്ള ന്യൂ ജനറേഷൻ ഫെർട്ടിലൈസേഴ്സ് നമുക്ക് കൊടുക്കാം. അപ്പം വളത്തിൻ്റെ എന്ന് പറഞ്ഞപ്പോൾ വളത്തിൻ്റെ കാര്യം പൊട്ടാഷ് കൂടുതൽ വേണ്ടത്, പൊട്ടാഷ് കുറവ് വേണ്ടത്, അതുപോലെ വളർച്ചാഘട്ടത്തിൽ വേണ്ടത്, പിന്നെ സൂക്ഷ്മ മൂല വളങ്ങളുണ്ട്. ഇതെല്ലാം ഇത്തരത്തിൽ നമുക്ക് ട്രിപ്പ് വഴി ട്രിപ്പ് ഇറിഗേഷനിലൂടെ വളസേചിതമായിട്ട്, ജലസേചിതം എന്ന് പറഞ്ഞ പോലെ വളസേചിതം, വളവും വെള്ളവും കൂടെ ഒരുമിച്ച് കൊടുക്കുന്ന സംവിധാനം. അപ്പോൾ അത്തരത്തിലുള്ള ട്രിപ്പ് വഴി കൊടുക്കുന്നതിന് തകരാറൊന്നുമില്ല. അത് വളരെ നല്ലതാണ്, വളരെ കുറഞ്ഞ അളവിൽ. അപ്പം പിന്നെ ട്രിപ്പ് വഴി തെങ്ങിനാണ് കൊടുക്കുന്നത്. നിങ്ങളുടെ ചോദ്യം ഏതിനാണെന്ന് അറിഞ്ഞില്ല. തെങ്ങിനാണെങ്കിൽ ഒരു 10-600 ലിറ്റർ വേണം ഒരു തെങ്ങിന് ഒരു 3-4 ദിവസം കൂടുമ്പോൾ നമ്മൾ ഓപ്പൺ രീതിയിൽ വെള്ളം ഒഴിക്കണമെങ്കിൽ. അതേസമയം നമ്മൾ ട്രിപ്പ് ഇറിഗേഷൻ ആണെങ്കിൽ ഒരു 60 ലിറ്റർ മതി. എന്നുവെച്ചാൽ അത്ര കുറച്ച് വെള്ളം മതി ഈ ട്രിപ്പ് ഇറിഗേഷൻ. അപ്പം വെള്ളം കുറച്ച് മതി, വളം കുറച്ച് മതി. എങ്ങനെയൊക്കെയുള്ള ഗുണം ട്രിപ്പ് ഇറിഗേഷൻ സംവിധാനം ഏർപ്പെടുത്തിയാൽ നമുക്ക് ലാഭപ്പെടുത്താൻ, കൃഷി ലാഭകരമാക്കാൻ കഴിയും എന്നുള്ളത് കൂടി ഞാൻ ഈ തരുണത്തിൽ പറയുകയാണ്. അടുത്ത ചോദ്യം അബ്ദുൾ അസീസ് NM എന്ന് പറഞ്ഞ ആളാണ്. അതെ, നിങ്ങൾ കാണിച്ചുകൊണ്ടിരുന്ന കവുങ്ങ് അത്ര പോരാ. നമ്മളൊരു ഡെമോ പറയല്ലേ, ഒരു വിഷയം പറയുകയാണ്. അതിന് അന്നേരം നമ്മളിപ്പം ഞാനിപ്പം ഒരു ട്രാക്ടറിന്റെ പ്ലവിന്റെ കൂടെ ആയിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ പ്ലവ് മോശമാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മളുടെ വിഷയമാണ് നിങ്ങൾ പ്രധാനം. ഞാൻ എവിടെ ഇരിക്കുന്നു എവിടെ നിൽക്കുന്നു എന്നുള്ളത് നോക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ പറഞ്ഞ വിഷയത്തിൽ എന്തെങ്കിലും അപാകമുണ്ടോ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അടുത്ത ചോദ്യം ഗോപിനാഥൻ അടിയോടി. കായ്ച്ച തെങ്ങിന്റെ മണ്ടയിലെ ഓലകൾ ചെറുതായി വരുന്നു. ഓലകൾ ചെറുതായി വരുന്നു, അല്ലെ തേങ്ങ ചെറുതായി വരുന്നു എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടത്ര ആഹാരമില്ലെന്ന് തന്നെയാണ്. അത് കൃത്യമായിട്ടുള്ള സമീകൃതമായ രീതിയിൽ വളപ്രയോഗം നടത്തണം. വളപ്രയോഗത്തെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അതൊക്കെ ക്ഷമയോട് കാണുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.
അപ്പം അത് വീണ്ടും ആവർത്തിച്ചില്ല. കഴിഞ്ഞ ചോദ്യോത്തര പങ്ക്തിയിലും ഒരു തെങ്ങിന് കൊടുക്കേണ്ട വളത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അപ്പം അതേ രീതിയിൽ നിങ്ങൾ കൊടുക്കുക എന്ന് മാത്രമേ എനിക്ക് ഗോപിനാഥനോട് പറയാനുള്ളൂ. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയാണ്. ഏതിനം മാവാണ് ഏറ്റവും സ്വാദിഷ്ടം? കായ്ക്കുമെന്ന് ഗ്യാരണ്ടിയുള്ള മാവ് വല്ലതും ഉണ്ടോ? ഈ മാവിനെ സംബന്ധിച്ച് ആയിരക്കണക്കിന് ഇനങ്ങൾ ലോകം മുഴുവനുണ്ട്. അത് ഓരോ ഭൂപ്രകൃതിക്കും ഓരോ കാലാവസ്ഥയ്ക്കും ഓരോ പ്രദേശത്തിനും അനുയോജ്യമായിട്ട് ഉണ്ടായത് ഉരുത്തിരിഞ്ഞു വന്നതാണ്. എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രകൃതിയുടെ ഒരു മ്യൂട്ടേഷൻ വഴി, മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ സ്വയം പുതിയ പുതിയ ഇനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ മ്യൂട്ടന്റ് വെറൈറ്റി ഉണ്ടായത് കൊണ്ടാണ് ഈ മാവിൽ ഇത്രയധികം വൈവിധ്യമുള്ള മാവിനങ്ങൾ ഉണ്ടായെന്നുള്ളതാണ്. അപ്പം ഇതിൻ്റെയൊക്കെ സ്വാദ് അന്വേഷിച്ച് പോയാൽ ഒരുപാട് സ്വാദിഷ്ടമായ ഉള്ള മാവിന് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ ഇപ്പോഴുണ്ട് കർപ്പൂരമാവ് എന്ന് പറഞ്ഞാൽ കർപ്പൂരത്തിൻ്റെ സ്വാദുണ്ടായിരുന്നു. എൻ്റെ പച്ചമാങ്ങ കഴിച്ച കർപ്പൂരത്തിൻ്റെ സ്വാദുണ്ടായിരുന്നു. ആപ്പിളിൻ്റെ സ്വാദുള്ളത്, ഈ മാങ്ങ പിന്നെ വാഴപ്പഴത്തിൻ്റെ സ്വാദുള്ളത്, അങ്ങനെ ഒരുപാട് വെറൈറ്റികളുണ്ട്. സ്വാദ് ഓരോരുത്തരുടെയും അഭിരുചിക്കും ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യസ്തമാണെന്നുള്ളതാണ്. അപ്പം ഏതാണ് ഏറ്റവും സ്വാദിഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്വാദല്ല താങ്കളുടെ സ്വാദ്. അപ്പം സ്വാദിന് തന്നെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഓരോരുത്തരും വ്യക്തിപരമായിട്ടുള്ള അഭിരുചിയും ഇഷ്ടവും ഒക്കെയാണ് നമ്മുടെ സ്വാദിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും ഏതാണെന്ന് പറയാൻ ഒരാൾക്കും കഴിയില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ കായ്ക്കുമെന്ന് ഗ്യാരണ്ടിയുള്ള മാവ് വല്ലതും ഉണ്ട്? കായ്ക്കുന്നതാണല്ലോ നമ്മൾ വെക്കുന്നത്. എത്രയോ മാവിനങ്ങളുണ്ട്. ഈ പിന്നെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ കോട്ടൂർക്കോണം എന്ന് പറയുന്ന ഒരു ഇനമുണ്ട്. നല്ല, എന്നെ സംബന്ധിച്ച് എനിക്കിഷ്ടമുള്ള ഒരു മാവാണ്. നല്ല സ്വാദുള്ള നല്ല മധുരമുള്ള സാധനമാണ് മൂവാണ്ടൻ മാവ്, നാട്ടുമാവ്. ഇതൊക്കെ സ്വാദുള്ളതല്ലേ, ഇതെല്ലാം കായ്ക്കുന്നതല്ലേ. പിന്നെ പുതിയ ഇനത്തിൽപ്പെട്ട ഒരുപാട് സിന്ദൂരുണ്ട്, പ്രയൂറുണ്ട്, അതുപോലെ കാലാപ്പാടിയുണ്ട്. അങ്ങനെ ഒത്തിരി ഇനങ്ങളുടെ പേര് പറഞ്ഞാൽ തീരൂല, എത്ര ഇനങ്ങളുണ്ട്. അപ്പം കായ്ക്കും എന്ന് ഗ്യാരണ്ടി വേണമെങ്കിൽ ഈ ബഡ് തൈകൾ വാങ്ങിക്കുക. ബഡ് തൈകൾ കൃത്യമായി കായ്ക്കും. ഇപ്പോൾ ഒരു മാങ്ങാണ്ടി ഇട്ട് കിളിപ്പിച്ച് വന്നാൽ അത് കായ്ക്കുമോ ഇല്ലയോ എന്നൊക്കെ നോക്കണമെങ്കിൽ 5-8 വർഷം കഴിയും. പക്ഷെ നമ്മളൊരു ബഡ് തൈ ആണെങ്കിൽ അത് പിറ്റേ വർഷം തന്നെ പൂടുകയും കായ്ക്കുകയൊക്കെ ചെയ്യും, നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ബഡ് തൈകൾ നല്ല വിശ്വസ്തമായ നേഴ്സറിയിൽ പോയി നല്ല ഇനത്തിൻ്റെ ബഡ് തൈകൾ വാങ്ങിക്കുക, തീർച്ചയായിട്ടും കായ്ക്കും, ഗ്യാരണ്ടി. അടുത്ത ചോദ്യം വന്നിരിക്കുന്നത് ടെക് എന്റർടൈൻമെന്റ് എന്ന ഐഡിയിൽ നിന്നാണ്. അൽഫോൺസ മാവ് വെച്ചിട്ട് 6 വർഷമായി. 2 വട്ടം പൂത്തുപോയത് മാത്രം. ഞാൻ എല്ലാം ചെയ്തു, ഒരു പ്രയോജനവുമില്ല, എന്ത് ചെയ്യും? അപ്പോൾ അൽഫോൺസ മാവ് ഈ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് വ്യത്യസ്തമായിട്ട് ചിലയിടത്ത് കായ്ക്കും, ചിലയിടത്ത് കായ്ക്കില്ല എന്നൊരു ഇത് ഞാനും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പം ഇത് അൽഫോൺസ മാവ് വെച്ചിട്ട് 6 വർഷമായി ഇതുവരെ കായ്ച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്താൽ വേണമെങ്കിൽ അത് മാവ് എങ്ങനെയാണ് കായ്ക്കുന്നതിനെ കുറിച്ച്, മാവിനെ കുറിച്ച് വിശദമായ ഒരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. പൂക്കാത്ത മാവും പൂക്കും എന്നുള്ള, അതിനകത്ത് തന്നെ ഈ എങ്ങനെയാ മാവിനെ പുഷ്പിണിയാക്കേണ്ടെന്ന കാര്യമൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല, ആ വീഡിയോ പോയി കാണുക. പിന്നെ നമ്മൾ വേണമെങ്കിൽ ഈ അൽഫോൺസ മാവിലേക്ക് വേറെ ഇനങ്ങൾ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാം, ബഡ് ചെയ്യാം. അപ്പോൾ ഒരു മാവിൽ തന്നെ നിരവധി ഇനങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്ത ആൾക്കാർ, ബഡ് ചെയ്ത് ഓരോ ശിഖരങ്ങൾ ഓരോ ഇനത്തിലാക്കി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഇപ്പം അൽഫോൺസ് മാവിൽ വേണമെങ്കിൽ വേറെ ഇനങ്ങളെ ഗ്രാഫ്റ്റ് ചെയ്ത് നമുക്കതിനെ പുഷ്പിണിയാക്കി മാങ്ങ ഉണ്ടാക്കി കൊടുക്കാം. ഓരോ ശിഖരത്തിലും ഓരോ നാട്ടുമാവും മൂവാണ്ടനും സിന്ദൂറും അതുപോലുള്ള എല്ലാ മാവിനങ്ങളും വേണമെങ്കിൽ ഈ അൽഫോൺസ തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, അത് കായ്പിച്ചെടുക്കുകയും ചെയ്യാം. അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കുക. അടുത്ത് വിജയമോഹൻ എന്ന ആളാണ്. നെല്ലിയെക്കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. നെല്ലി പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? നെല്ലിയുടെ ഈ ഗ്രാഫ്റ്റ് തൈകൾ വാങ്ങിക്കാൻ കിട്ടും, ബഡ് തൈകളും വാങ്ങിക്കാൻ കിട്ടും, ഹൈബ്രിഡ് തൈകളും വാങ്ങിക്കാൻ കിട്ടും. ഇത്തരം തൈകൾ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ്. സാധാരണ നെല്ലി ഇപ്പം കാലാവസ്ഥയുടെ വ്യതിയാനം കൊണ്ട് പലയിടങ്ങളിലും കായ്ക്കാതെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെ കായ്ക്കാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ഒന്ന് പ്രൂൺ ചെയ്യുക, സമീകൃതമായ വളപ്രയോഗം ചെയ്യുക,
അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് 1-2 വർഷം അങ്ങനെ നോക്കുമ്പോൾ നമുക്കത് പൂക്കുന്നതാണെങ്കിൽ കായ്ക്കുന്നതാണെങ്കിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. പിന്നെ ചില ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ തെങ്ങിലും ഉണ്ട്, മാവിലും ഉണ്ട്, എല്ലാത്തിലും ഉണ്ട്, മനുഷ്യരിലും ഉണ്ടല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യമായിട്ട് അങ്ങ് വിചാരിക്കുക. പക്ഷെ 2-3 വർഷം നമ്മൾ സമീകൃതമായ വളപ്രയോഗം വേണ്ടത് രീതിയിലെ പൊട്ടാഷ്യം ബോറോണും അടങ്ങിയ എല്ലാ വളങ്ങളും സമീകൃതമായിട്ട് കൊടുക്കണം. വളപ്രയോഗത്തെക്കുറിച്ചുള്ള വീഡിയോയിലുണ്ട്, വളങ്ങളെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് കയറി കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഏതെങ്കിലും ഒരു ഇച്ചിരി ചാണകമോ അല്ലെ ചവറോ ഇട്ടുകൊണ്ട് മാത്രമല്ല, 10-18 മൂലകങ്ങൾ ഒരു സസ്യത്തിന് വേണം. ആ മൂലകങ്ങൾ ഒന്നീ മണ്ണിൽ കിട്ടണം, അല്ലെ നമ്മൾ ചേർത്ത് കൊടുക്കണം. അപ്പം മണ്ണിലില്ലെങ്കിൽ ചേർത്ത് കൊടുക്കുക തന്നെ വേണം. അപ്പോൾ ആ ചേർത്ത് കൊടുക്കുന്നതിനെ ആ വളപ്രയോഗം എന്ന് പറയുന്നത്. നൈട്രേറ്റ് പ്രോസസ്സും കൊടുത്താൽ നൈട്രേറ്റ് പ്രോസസ്സും പൊട്ടാഷ്യം മാത്രമേ കിട്ടത്തുള്ളൂ. NPK വളങ്ങളാണ് പൊതുവെ ആൾക്കാർ കൊടുക്കുന്നത്. അതുകൂടാതെയും കുറേ മൂലകങ്ങൾ വേണം. കുറഞ്ഞ അളവിൽ വേണ്ടതുണ്ട്, തീരെ കുറഞ്ഞ അളവിൽ വേണ്ടതുണ്ട്. അതെല്ലാം കൃത്യമായ അളവിൽ കിട്ടിയാൽ മാത്രമേ ഏതൊരു വിളയും പിന്നെ പ്രാപ്തിയിലെത്തുകയുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. ജെയ്സമ്മ ജിമ്മിയുടെ ഒരു ചോദ്യമാണ്. നമ്മുടെ കമുകിനെ കുറിച്ചുള്ള വീഡിയോ കണ്ടിട്ടാണ് ഇത്രയും വളപ്രയോഗം നടത്തി കർഷകന് മിച്ചം വല്ലതും കിട്ടുമോ എന്ന്. ഞാനതിന് വലിയ വളപ്രയോഗമൊന്നും പറഞ്ഞില്ല. ഒരു ഇത്തിരി വേപ്പും പിണ്ണാക്ക് ഇടണമെന്ന് പറഞ്ഞു, 5 രൂപയുടെ രാജിപ്പോസ് ഇടണമെന്ന് പറഞ്ഞു, പിന്നെ 10 കിലോ ജൈവവളം ഇടണമെന്ന് പറഞ്ഞു. ജൈവവളത്തിനൊക്കെ പ്രത്യേകിച്ച് കാശുണ്ട്. ഈ കരിയിലെയും നമ്മുടെ പറമ്പിലുള്ള കൊന്നയൊക്കെ ഇടുന്നതാണ് ജൈവവളം. അതിൻ്റെ കൂട്ടത്തിൽ 1/2 കിലോ വേപ്പും പിണ്ണാക്കിന് 10-20 രൂപ ആവും. പിന്നെ രാസവളം ഫാക്ടംഫോസും പൊട്ടാഷ്യനും ഒക്കെ പറയുന്ന ഏതാണ്ട് 200 ഗ്രാം മതി ഒരു കമുകിന്. അതിന് ഇത്ര പൈസ വേണം. 10 പാക്കിന്റെ വിലയല്ലേ ഉള്ളൂ ഈ വളത്തിനെല്ലാം. അപ്പൊ പിന്നെ അത് എന്തായാലും ജെയ്സമ്മ നമ്മുടെ വീഡിയോ വിശദമായി കണ്ടു, നന്ദി. അപ്പൊ തീർച്ചയായിട്ടും അത് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചത് വളരെ നന്നായിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യമുണ്ട്, നമ്മൾ ആദായകരമായ കൃഷിക്ക് കൃത്യമായ സമീകൃതമായ വളപ്രയോഗം ചെയ്യണം. വളപ്രയോഗം ചെയ്തില്ലെങ്കിൽ അതിൽ വിളവുണ്ടാവില്ല.